ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മോണ ഭയങ്കര കുഞ്ഞതായിപ്പോയി. പക്ഷെ നമുക്ക് സാധാരണ മനുഷ്യൻ്റെ മോണ അകം കുഞ്ഞതായിപ്പോയി. നമുക്കറിയാം ഒരു മനുഷ്യന് 32 പല്ലുകളുണ്ടല്ലോ. അപ്പോൾ അത് പ്രായമാകുമ്പോൾ പല്ലുകൾ എന്തായാലും വളരും. അപ്പോൾ ഈ 32 പല്ല് വരാനുള്ള സ്ഥലം എനിക്കില്ലായിരുന്നു. അത് അവിടെ ഇവിടെയായിട്ട് മോണയുടെ ഉള്ളിലും ആകപ്പാട് ഇങ്ങനെ വികൃതമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ 5ാം ക്ലാസ് തുടങ്ങി ഞാൻ 10ാം സെമിനാരിൽ പോകുന്നവരെ ഞാൻ 6 വർഷം നല്ല കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയുമ്പോൾ നമ്മൾ സ്പീഡിൽ സംസാരിക്കുമല്ലോ, അത് കൂട്ടുകാർ പറയും നീ പറയുന്നത് ഞാൻ തിരിയുന്നില്ല, ഒന്നും കൂടെ പറ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും കളിയാക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പട്ടം കിട്ടിക്കഴിഞ്ഞപ്പം കുർബാന ചെല്ലാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കും അതൊരിക്കലും പ്രാർത്ഥന ചെല്ലുമ്പോൾ ആർക്കും മനസ്സിലാകാതെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോധപൂർവം ഓരോ പ്രാർത്ഥനയും നിർത്തി പതുക്കെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചൊല്ലി പഠിച്ചതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് ഞാൻ അർത്ഥം മനസ്സിലാക്കി ചെല്ലാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ആളുകൾക്കും അതൊരു വലിയൊരു അനുഭവമാണ്. പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് കുർബാന അനുഭവമാണ്. കാരണം പ്രാർത്ഥനകൾ പതുക്കെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാവുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലിയാൽ മാത്രമേ ആളുകൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നത്.